പടം പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ കണ്ടൻറ് ആക്ച്വലി ഒരു 2 hours 12 minutes സംതിങ് ഉണ്ട്. അപ്പം അത്രയും ഡീറ്റെയിലിംഗ് വേണമെന്ന് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഓണസ്റ്റായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ ഫിലിമിന് പറയുന്ന കണ്ടൻറ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത്രയും ടൈം ഡ്യൂറേഷൻ കുറച്ചിട്ടൊരു 1 hours 30 minutes അല്ലെങ്കിൽ 40 minutes ആക്കേണ്ട കണ്ടൻറ്റിനെ ഇവർ കുറച്ച് ഡീറ്റെയിലിംഗ് ചെയ്തതാണ് പടത്തിന് എനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നേ. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ എന്തിനാ പറയണത്? പ്രതീക്ഷയില്ലാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളൊരു പ്രതീക്ഷ തരുമെന്നാണ് നാദൃശത വിചാരിച്ചത്. പക്ഷേ ആ പ്രതീക്ഷ ഒരു ലോക തോൽവിയായിപ്പോയി. നാദൃശയിൽ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിൽ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു റിവ്യൂവർ മമ്മൂക്കയെ ചീത്ത വിളിച്ച ആ തൊലിയെ ഇതിലുണ്ട്. അവൻ്റെ കവാലത്തിലടിക്കുന്ന ഒരു ചെറിയ ഫ്രെയിമിൽ അവൻ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മിക്ക ആൾക്കാരെ കാര്യങ്ങളാണ് ഇപ്പോൾ ഡയലോഗുകളൊക്കെയാണ് ഇപ്പോൾ സിനിമയിൽ കൊണ്ടുവരുന്നത്. ഈ പടം കണ്ടു എന്ന് കരുതി ഇപ്പോൾ ആർക്കും അങ്ങനെ അയ്യോ കണ്ടുപോയില്ലോ എന്നുള്ള നിരാശയൊന്നും വരത്തില്ല.